പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, നമ്പർ 1 കേരളം, വിശേഷണങ്ങൾ ഏറെയാണ്. ഇത്രയൊക്കെ നമ്പർ 1 ആയ കേരളത്തിൽ കുറെ മനുഷ്യർ ഒരു പാവത്തിനെ തല്ലിച്ചതച്ചു കൊന്നിട്ട് പേരിനൊരു പ്രതിഷേധമുണ്ടായോ? സാംസ്കാരിക നായകന്മാർ ഒപ്പിട്ട കത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ, വായിച്ചോ? ഒരു പ്രതിഷേധവുമില്ല, ആർക്കും കത്തും എഴുതേണ്ട. കുറച്ചു കാലം മുൻപ് വരെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേട്ട് അതിനെതിരെ തെരുവിൽ ഇറങ്ങിയവരാണ് നമ്മൾ മലയാളികൾ. അഖ്ലാഖിനു വേണ്ടി കേരളത്തിൽ നിന്ന് എത്രയെത്ര പ്രതിഷേധങ്ങൾ ഉയർന്നു. അവർ രാം നാരായണനെ കണ്ടില്ലേ? രാം നാരായണൻ ഭയ്യാർ മരിച്ചതല്ല, തല്ലിക്കൊന്നതാണ്. ഉത്തരേന്ത്യയിലല്ല, കേരളത്തിലെ വാളയാറിൽ. ശരീരത്തിൽ ചതയാത്ത 1 ഇഞ്ച് പോലും ഇല്ലാതെയാണ് രാം നാരായണൻ ഇന്ന്. രാം നാരായണന്റെ തെറ്റെന്തായിരുന്നു? പറക്കമുറ്റാത്ത മക്കൾക്ക് പുത്തൻ ഉടുപ്പ്, സ്കൂളിലേക്ക് പോകാൻ അവർക്ക് നല്ലൊരു കുപ്പായം, പുത്തൻ ബാഗ്, ഭാര്യയ്ക്കും മക്കൾക്കും 4 നേരം ഭക്ഷണം. ഇതല്ലേ ആ മനുഷ്യൻ ആഗ്രഹിച്ചുള്ളൂ. ആ ആഗ്രഹത്തിന് വേണ്ടി എത്ര അധ്വാനം ചെയ്യാനുമുള്ള മനസ്സുമായി വണ്ടി കയറിയതാണ് കേരളത്തിലേക്ക്. എന്നിട്ടോ തല്ലിക്കൊന്നു, മോഷ്ടാവെന്ന് പറഞ്ഞു. तुम्हारा गांव किधर है? तुम बांग्लादेशी? वो मेरा बहन को लिखा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? 2 ठोक हमारे घर बांग्लादेशी और बांग्लादेशी 2 ठोक आपका बांग्लादेशी। 2018 ഫെബ്രുവരി 22-ാം തീയതിയാണ്. ആലോചിച്ച് നോക്കണം. അതിദരിദ്രനും നിരാലംബനും മനോബലമില്ലാത്ത മധു എന്ന് പറയുന്ന 27-കാരനെ, ഗുഹയിൽ കഴിയുന്ന മധു വയറു വിശന്നപ്പോൾ അല്പം ആഹാരം മോഷ്ടിച്ചു എന്നാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നത്. 27 വയസ്സേ ഉള്ളായിരുന്നു മധുവിന് ഈ അട്ടപ്പാടി മേഖലയിൽ നടപ്പാക്കുന്ന ക്ഷീരപദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച് ആലപ്പുഴയിലേക്ക് ജോലിക്ക് നിയോഗിച്ചു. അവിടെ വെച്ചൊരു അപകടമുണ്ടായി, തലയ്ക്ക് പരിക്കേറ്റു. അതിനുശേഷം ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലൂടെ നടന്ന് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചും ഭക്ഷിച്ചും ഒരു ഉടുവസ്ത്രം പോലും മാറാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞ മധുവിനെ കൈലി കൊണ്ട് 2 കൈയും കൂട്ടിക്കെട്ടി നിർത്തി ആ ഒരൊറ്റ ചിത്രം ലോകത്തിനു മുമ്പിൽ കേരളത്തിന്റെ മനസാക്ഷി തലകുനിച്ചതാണ്. കള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചും അസഭ്യം പറഞ്ഞുമാണ് മധുവിനെ 12 പ്രതികൾ കാട്ടിലൂടെ നടത്തിച്ചത്.